സുഹൃത്തുക്കളെ, മച്ചാങ്ങളുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും എന്റെ പ്രാർത്ഥന ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരോഗ്യത്തോടെ ഐശ്വര്യത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല ലൈക്കും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മച്ചാൻ ഗാലറി മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു കിടുക്കാച്ചി വണ്ടിയാണ്. വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഹോണ്ടയുടെ ബുള്ളറ്റ് എഡിഷനിൽ ഇപ്പൊ ഹോണ്ട ബുള്ളറ്റുമായിട്ട് മത്സരിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നൊരു വണ്ടിയാണ് ഹോണ്ട CB350 ഹൈനസ്. യെസ്, ഹോണ്ട ഹൈനസ് CB350. എന്റെ മക്കളെ ആട്ടാറ് വണ്ടി തന്നെയാണ്, ഒരു രക്ഷയില്ല, അത്രയ്ക്ക് പൊളിയാണ്. ഈ ഒരു ഫ്രണ്ട് വ്യൂ ഒന്ന് നോക്കി മക്കളെ, നോക്കി ആ ഒരു ലൈറ്റ്, LED ലൈറ്റും ആ ഒരു ടയറൊക്കെ ഉണ്ടല്ലോ, ബുള്ളറ്റിനെയും കാര്യം നല്ല വിത്ത് വന്നിട്ടുള്ള ടയറാണ്, നല്ല വിത്തുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എനിക്ക് പറയാതിരിക്കാൻ വയ്യ, ഇതിന്റെ അലൈ വീലാണ്. മറ്റുള്ള ബുള്ളറ്റുകൾക്കൊന്നും അലൈ വീലില്ല, ഇതിന് 2 വീല് നമ്മളെ അലൈ വീലാണ്. അലൈ വീല് വന്നിരിക്കുന്നു. പിന്നെ 2 സെഷനും ഡിസ്ക് ബ്രേക്ക് ആണ് കേട്ടോ, 2 സെഷനും. അതും ABS ടെക്നോളജി വന്നിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം ആണ് ഈ ഒരു ഹോണ്ട ഹൈനസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഡീലക്സ് വേരിയന്റ് ആണ്. ഇതിൽ തന്നെ ഡീലക്സ് പ്രോ ഉണ്ട്. 2 വേരിയന്റ് ആണ്, പ്രോയും ഉണ്ട് ഡീലക്സ് ഉണ്ട്. ഇത് ഡീലക്സ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ക്രോം മോഡലാണ്. അനലോഗ് മീറ്ററും ഉണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ മീറ്റർ ഉണ്ട്. എന്നോടൊപ്പം ആമിനയുണ്ട്. ഞാനും ആമിനയും കൂടെ മാസ്ക് വെച്ചു, ഞാനും ആമിനയും കൂടെ ബുള്ളറ്റിൽ അല്ലേ, ഞാനൊരു ബുള്ളറ്റ് പ്രേമിയാണ്. പിന്നെ എനിക്ക് ഹൈറ്റും വെയിറ്റും തടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ബുള്ളറ്റ് അങ്ങോട്ട് എടുക്കത്തില്ല. ഇതിനെ കൊണ്ട് താങ്ങണ്ടേ, എന്റെ കാലെത്തണ്ടേ ഗൈസ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങള് പൊന്മുടി പോയായിരുന്നു. പൊന്മുടി പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ബാക്കൊക്കെ? നമ്മള് എന്റെ പൊന്നോ, ഞങ്ങളെ കുണ്ടിയെല്ലാം പോച്ച് ചെയ്യുന്ന ഒരു ഫീലായിരുന്നു. ഭയങ്കര ഒരു തരിപ്പും ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ ഈ വണ്ടിയിൽ ഇരുന്ന് നോക്കിയിട്ട് ഇന്ന് ആമിനയുടെ ആ ഒരു റൈഡിങ് കംഫർട്ട് എന്താണെന്ന് ആമിനെ പറയണം. ഞാൻ ഇപ്പൊ ഇത്ര നേരം ട്രാവൽ ചെയ്ത് വന്നായിരുന്നു. സ്മൂത്ത് ആണ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവൽ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ റൈഡിങ് കംഫർട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കണം. A few minutes later. ഇതിന്റെ ബാക്കിൽ നല്ല കംഫർട്ട് ഉണ്ട്. അപ്പൊ എന്തായാലും ഇനി നമുക്കൊന്നും ഒരു അടിപൊളി ഭയങ്കര പവർ അല്ലേ, സൂപ്പർ പവർ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നപ്പോ തന്നെ ഒരു പോലീസുകാർ കൊണ്ടുവന്ന് ചവിട്ടിയിട്ട് അവർക്ക് വരെ വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടപ്പോ അവര് ഹോണ്ടയുടെ ബുള്ളറ്റ് എന്ന് പറയുമ്പോ ഹോണ്ടയുടെ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ഒന്നും പറയാതിരിക്കാൻ വയ്യ, വളരെ സ്പെഷ്യാലിറ്റി നിറഞ്ഞത് തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് അറിയണം. അലോയ് വീല് വന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. അതിന്റെ ഡിസൈൻസ് ഒക്കെ ഒന്നിനൊന്നിന് മെച്ചമാണ്, ഒന്നും പറയാനില്ല അല്ലേ ആമിന? എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? മറ്റുള്ള ബുള്ളറ്റ് പോലല്ല. അതുപോലെ തന്നെ ഇതിന്റെ റൈഡിങ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പൊ ആമിന കമോൺ. എനിക്ക് ഹൈറ്റ് കാലത്താത്തതുകൊണ്ട് പക്ഷെ എന്നാലും നമ്മളെ ആഗ്രഹങ്ങള് നമ്മള് തീർക്കണം കേട്ടോ. പോവാം. അപ്പൊ ഞാനും ആമിനയും കൂടെ റൈഡ് ഒന്ന് പോവുകയാണ്. പോവാം. ഒന്നും പറയാനില്ല, വണ്ടി പൊളിയാണ്. ആ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ അടഞ്ഞു കിടക്കുകയാണ്, അവിടെ വഴി പോകാൻ പറ്റും. ഹായ് ജിംബി, എങ്ങനെയുണ്ട് ആമിന വണ്ടി ഇരുന്നിട്ട്? സൂപ്പർ അല്ലേ? ഒരു കുലുക്കം ഒന്നുമില്ല അല്ലേ? ഒരു രക്ഷയില്ല, വണ്ടിക്കോ അസാധ്യ പവർ. നമ്മള് ഒരു ബുള്ളറ്റിനേക്കാളും ഉപരിയാണ് ഇല്ലേ ആമിന? ബുള്ളറ്റിലിരിക്കുമ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ കുറേയൊക്കെ ടയേർഡാവും നമ്മൾ ചിലപ്പോൾ. പക്ഷെ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. കംഫർട്ട് എന്ന് പറയാൻ അത്ര കംഫർട്ടാണ്, റൈഡിങ് കംഫർട്ട്, അസാധ്യ കംഫർട്ട്. ഒരു പ്രശ്നമുള്ളൂ, എനിക്ക് കാലെത്തത്തില്ല എന്നുള്ളൊരു ഒറ്റ പ്രശ്നമല്ലാതെ വേറെ ഒരു പ്രശ്നവും നമുക്ക് തോന്നുന്നില്ല. പൊന്മുടി അല്ല, ലഡാക്കിലൊക്കെ ഒരു റൈഡങ്ങ് പോകാം. അടിപൊളിയായിട്ട് ലഡാക്കിലൊക്കെ പോകാൻ പറ്റിയൊരു വണ്ടിയാണ്.
റൈഡേഴ്സിന് പറ്റിയ വണ്ടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പറയാൻ നമുക്ക് വെച്ച് പിടിക്കാം, ലോങ് വെച്ച് പിടിക്കാം, അത്രയ്ക്ക് വണ്ടി ഒരു രക്ഷയില്ല. മക്കളെ സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്ത്. ആമിനൊക്കെ എന്താ ഫീൽ ചെയ്യുന്നത്? കാറിലിരുന്ന് പോകണൊക്കെ ഫീൽ ഇല്ലേ? അവര് പറയുന്നത് കാറിലിരുന്ന് പോകണമെന്നൊക്കെ തോന്നുന്നു. ഞാൻ അതാണ് ഇവളെ കൊണ്ടുവന്നാലേ കറക്റ്റ് ഇതിന്റെ ഒരു സിറ്റിംഗ് കംഫർട്ട് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ മറ്റേതിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു വൈബ് അടിക്കും. അതായത് നമ്മള് ഇല്ലേ അമിന ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും നമുക്ക്, അല്ലേ? ഒരു പെരുപ്പ് വൈബ്രേഷനും ഒക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു വൈബ്രേഷനും ഫീൽ ചെയ്യുന്നില്ല. ഈ പക്ക എന്ന് പറഞ്ഞാൽ പക്ക. അതിന്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പൊ നമുക്കിനി ബാക്കി ഇതിന്റെ ഡീറ്റെയിൽ മൊത്തത്തിലൊന്നറിയാം, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഷോറൂം പ്രൈസ്. ഐ തിങ്ക് ഇതിന്റെ ഒരു മൈലേജ് വന്നിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിന്റെ മൈലേജ് വന്നിട്ട് നമുക്കൊരു 40 ഒക്കെ കിട്ടും. 40 മൈലേജ് കിട്ടുമെന്നാണ് നമ്മളെ ഫ്രണ്ടിന്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ. നമ്മളെ സുഹൃത്തിന്റെ വണ്ടിയാണ് കേട്ടോ. നമ്മളുടെ സുഹൃത്തിന്റെ വണ്ടി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. ബുള്ളറ്റിനോടൊക്കെ എനിക്ക് ഭയങ്കര ക്രേസാണ്. അപ്പോൾ പക്ഷെ എനിക്ക് അത്രയും ഹൈറ്റും വെയിറ്റും ഇല്ലാത്ത ഞാൻ ബുള്ളറ്റ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആളുകൾ പറയും ആനപ്പുറത്ത് കൊതുകിരുന്ന് പോകണമെന്ന് പറയും, പക്ഷെ ആനപ്പുറത്ത് എലിയിരുന്ന് പോകണമെന്ന് പറയും. വേണം അങ്ങനെയുള്ള കമന്റ് കേൾക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വണ്ടി എടുക്കാത്തത്. അപ്പം നമുക്ക് തൊക്കിലൊന്നുമല്ലേ നമ്മൾ കൊട്ടാവും. എന്തായാലും നമ്മുടെ മോഹങ്ങളൊക്കെ നമ്മൾ അപ്പം ഈ ഒരു ഹൈനസ് 350 ഒന്ന് ഓടിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഹോണ്ടാണ് ഹൈനസ് 350. ആസാന പെർഫോമൻസ് ഒരു രക്ഷയില്ല. എനിക്ക് ഹോണ്ടയുടെ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കൂടുതൽ ഹോണ്ടയുടെ വണ്ടിയാണ് റിവ്യൂ ചെയ്യുന്നത്, അല്ലേ അഭിന? കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹോണ്ടയുടെ വണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഐ ആം ഓൾവേസ് സാറ്റിസ്ഫൈഡ്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര സുഖമാണ് വണ്ടി ഓടിക്കാനും. വണ്ടിയുടെ സർവീസ് ആണെന്നുണ്ടെങ്കിലും കസ്റ്റമർ സർവീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ബെറ്ററാണ്. അതുകൊണ്ടാണ് അത്രയും ഒരു കംഫർട്ടും എപ്പോഴും നമുക്ക് വണ്ടി വാങ്ങാനൊക്കെ തോന്നുന്നത്. അപ്പോൾ ഓക്കെ, ബാക്കി നമുക്ക് വിശേഷങ്ങളൊക്കെ നമ്മളെ കൂട്ടുകാരുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് ഇതിൻ്റെ പുതിയ സെറ്റപ്പ് സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാം കേട്ടോ. അപ്പോൾ വണ്ടി എന്തായാലും ഇൻഡിക്കേഷനും എല്ലാം ഹെവിയാണ്. ഇപ്പം ഗിയർ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിന്റെ ഒരു എക്സ്പീരിയൻസ് പറ. വണ്ടി പ്രത്യേകിച്ചൊന്നും പറയാനുള്ള സൂപ്പർ വണ്ടി, അടിപൊളി. എൻ്റെ ഫ്രണ്ട് അബി എന്നോടൊപ്പം ഉണ്ട്. അബിക്ക് നമ്മളെ ഹൈനസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ബിക്കോസ് അബിയാണ് ബുള്ളറ്റ് പ്രേമി. ഞാനൊരു ബുള്ളറ്റ് പ്രേമിയാണെങ്കിൽ അബിയുടെ അത്ര തടിയും ഇതൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ബുള്ളറ്റ് വലുതായിട്ട് കൈകാര്യം ചെയ്തുള്ള പരിചയം എനിക്കില്ല. അപ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അബി പറഞ്ഞുതരും. നമ്മള് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വൈബ്രേഷൻ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് പൊതുവേ ഇപ്പൊ ബുള്ളറ്റ് എടുക്കുന്ന ഇപ്പം ബുള്ളറ്റ് പ്രേമികൾ പൊതുവെ എല്ലാവരും എടുക്കുന്നതിൽ പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ആണ്. കാര്യം ഭയങ്കര വൈബ്രേഷൻ ആണ്. നമുക്ക് കൈ തരും, കൈയാണ് മെയിനായിട്ട്. കൈയും ബാക്കൊക്കെ ഭയങ്കര വൈബ്രേഷൻ ആണ്. ഇത് സംഭവം നമുക്ക് ബുള്ളറ്റിന്റെ ആ ഒരു ഇത് എല്ലാം ഇത് തരുന്നുണ്ട്, എന്നാൽ വൈബ്രേഷൻ ഇല്ല. വൈബ്രേഷനും ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ലോങ് റേഞ്ചിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഒരു എന്താ പറയണ്ട ഒരു ലാഗ് ഫീൽ ചെയ്യത്തില്ല. നമുക്കൊരു എന്തുവാ നമ്മൾ എവിടെ ഒരു ഗ്യാപ്പ് എന്താ പറയുക, ഒരിടത്ത് നിർത്താം അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാം, ഒരു ഇതുമില്ല. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പക്ക. എന്നുവെച്ചാൽ ഞാൻ നിലവിൽ സത്യം പറയാമല്ലോ, ഞാനൊരു ഹാർഡ് കോർ ബുള്ളറ്റ് ഫാനാണ്. ഞാൻ വണ്ടി കാര്യം ഈ സൈസൊക്കെ വെച്ചാൽ എനിക്ക് താല്പര്യം ബുള്ളറ്റിനോടാണ്. പക്ഷെ അതിന് ഇതിലോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അറിയത്തില്ല. വണ്ടി ഇപ്പം ഒരു ബുള്ളറ്റ് ഓടിക്കുമ്പോൾ അതിനനുസരിച്ച് ഒരു ആനയുടെ മേളിൽ ഇരിക്കുന്ന കണക്ക് ഉള്ള ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ചുകൂടി ഒഴുക്കാണ് സംഭവം. പുറമേ ഇവൻ ആനയാണെങ്കിലും നമ്മൾ അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ നമ്മുടെ എന്താ കൈത്തുമ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നൊരു ഫീൽ. നല്ല യൂസർ ഫ്രണ്ട്ലി ആണ് വണ്ടി. പിന്നെ നമുക്ക് ആക്ച്വലി ഇതിന്റെ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സീറ്റിംഗ് പോസ് എല്ലാം എടുത്ത് പറയേണ്ടി വരും. അതായത് കറക്റ്റ് നമ്മളിപ്പോൾ വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന തന്നെ ബ്രോ മനസ്സിലായി കാണും നമ്മുടെ ഹാൻഡിലൊക്കെ. പക്ഷേ ഓവറായിട്ട് അങ്ങ് ഫ്രണ്ടിലും അല്ല ഇങ്ങോട്ടും അല്ല, കറക്റ്റ് ഇതാണ്. നമ്മൾക്ക് ഒന്ന് ഓടിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മൾ ചില ബുള്ളറ്റ് ഓടി നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ടോ, കുറച്ച് ഡിസ്റ്റൻസ് പോകുമ്പോൾ നമ്മൾ ഈ വലത്തൊക്കെ ആക്സിലേറ്ററിൽ നിന്ന് ഇപ്പം ഗിയർ അതിനനുസരിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ കൈ എടുത്തിങ്ങനെ ടാങ്കി വെച്ച് ഒരു റെസ്റ്റ് ഫീലുള്ള ഓടിക്കുന്ന ഒരു ഇതൊക്കെ വരും. കാര്യം ഒരു കൈതരിപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് അങ്ങനെയൊന്നുമില്ല. ഹാൻഡിൽ എല്ലാ ഡിസൈനിങ് ഹോണ്ടയുടെ ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത്.
ഞാൻ പറയുള്ള സ്വിച്ചസിന്റെ കാര്യമാണ്. സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി സ്വിച്ചസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാനൊക്കെയുള്ള സ്വിച്ചസ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചുകൾ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ നോർമൽ വണ്ടികളെയും കാട്ടി ഇതിനകത്ത് നമ്മൾ ഹോൺ പൊതുവെ താഴെയായിരിക്കും എല്ലാ സ്കൂട്ടറുകളും. നമുക്കറിയാം ബൈക്കുകൾ ബൈക്കുകൾ താഴെയാണ്. പക്ഷേ ഇതിന് മേളിലാക്കിയിട്ട് ഇൻഡിക്കേറ്റർ, അത് ആദ്യം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഹോണില് നമ്മൾ കയറി ഹോൺ എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ നമ്മൾ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പറയാം. പിന്നെ ഇത് ബ്രൈറ്റ് ആണ്, ഇത് പാസ് ആണ്. ഇത് ബ്രൈറ്റ്, ഇത് ബ്രൈറ്റ് ഇല്ലേ, അത് ബ്രൈറ്റ് കത്തി കിടക്കും. ഡിമ്മ്, ഈ പാസ്, പിന്നെ ഇതിൽ കിടക്കുന്ന ഡിമ്മ്. ഇത് സാധാരണ നോർമലി കിടക്കും. പിന്നെ റൈറ്റ് സൈഡിൽ ഫസാഡ് നമ്മൾ മാറ്റി. ഇപ്പൊ നോർമലി ഇതിങ്ങനെ എപ്പോഴും ഓൾവേസ് ഇങ്ങനെ തന്നെ കത്തിക്കിടക്കും. അതിന് അത് നമ്മുടെ റൂൾ ആണല്ലോ, ലൈറ്റ് കത്തി കിടക്കുന്നുള്ളത്. നമ്മുടെ MBDയുടെ റൂള് പ്രകാരം ഇങ്ങനെ തന്നെ കത്തിക്കിടക്കും. പിന്നെ സ്വിച്ചിന് വേറൊരു കാര്യമുണ്ട്, പണ്ടത്തെ പോലെ ഒരു ശല്യമില്ലേ ഇങ്ങനെ കാണിക്കും. അതാ ഇപ്പം പെൺപിള്ളേരുടെ പോകുമ്പോ അല്ല, എന്നാലും അല്ല, ഇപ്പോഴും ചില മുക്കുള്ള കാരണവർ ഇപ്പോഴും കാരണവന്മാരൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാര്യം. പക്ഷെ അവർക്കത് ചെയ്യുമ്പോൾ എന്തോ പറയുക, സമൂഹത്തിന് വേണ്ടി ഒരു നന്മ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ്. ഓക്കെ ബ്രോ, ഈ സ്വിച്ചിൽ ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ സെൽഫ് സ്വിച്ച് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ സെൽഫിന്റെ സ്വിച്ചിനകത്ത് വേറെ കാര്യമുണ്ട്. എഞ്ചിൻ ഓഫ് ബട്ടണും സെൽഫും ഒരൊറ്റ സ്വിച്ചിലാണ് വരുന്നത്. സാധാരണ വണ്ടികളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം എഞ്ചിൻ ഓഫിന് വേറെ സ്വിച്ചും സെൽഫിന് വേറെ സ്വിച്ചുമാണ്. ഇതിപ്പോ നമുക്ക് എഞ്ചിൻ ഇതിപ്പം വണ്ടി ഓൺ ആണ്, എഞ്ചിൻ ഓൺ ആണ്, ഇത് ഓഫ് ആണ്, ഇത് ഓൺ ആണ്. സ്റ്റാർട്ട് ആണ് ഇതാണ്ട, ഇത് സ്റ്റാർട്ടുമാണ്. എന്നുവെച്ചാൽ വേറെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ഗിയർ ചേഞ്ചിങ് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യും, പക്ഷെ എന്നാൽ പോലും നമുക്ക് അത് ഒരു ഒഴുക്കാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഈവൻ നമ്മളങ്ങ് ഡൗൺ ചെയ്യാൻ പോലും നമുക്ക് അത്ര ഒരു ഇത്. എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ കടാപട ഒരു ശബ്ദമോ ബഹളോ ഒന്നുമില്ല. പിന്നെ വണ്ടിയുടെ വോയിസ് എന്ന് വെച്ചാൽ ബുള്ളറ്റിന്റെ അതേ വോയിസ് ഒരിക്കലും അല്ല. ബുള്ളറ്റിന്റെ ഒരു നമുക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബുള്ളറ്റിന്റെ ആ ഒരു വോയിസ് മറ്റേ ഗുഡുഗുഡു ശബ്ദമല്ല, ഒരു വെറൈറ്റി. ഈ വോയിസ് വേറൊരു വണ്ടിക്കും ഇല്ല. മെയിൻ ആയിട്ട് ഹോണ്ടയുടെ ഒരുവിധം എല്ലാ പ്രേമികളും, ഈവൻ ബുള്ളറ്റ് പ്രേമികൾ വരെ ഹൈനസിനെ വരവേൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ശബ്ദമാണ്. കാര്യം ആ ഒരു സമയത്ത് ഇപ്പം ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ആ ശബ്ദം നോക്കിയെടുക്കുന്ന ആൾക്കാരാണ്. ബുള്ളറ്റിന് ശേഷം ഒരു വെറൈറ്റി അതേയാണ്, ആ ഒരു ശ്രേണി നിൽക്കുന്ന ഒരു വെറൈറ്റി ശബ്ദം ഹോണ്ട ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഒരുവിധം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരെ ഏറ്റവും ആഗ്രഹ സംഭവം തന്നെയാണ്. നമുക്ക് അതിലോട്ടൊന്ന് കിടന്നേക്കാം. അതായത് ഇപ്പൊ MBD പൊക്കും അതൊന്നും പേടിയുണ്ട്, പക്ഷെ ഈ സാധനം അങ്ങനെ ഒന്നും വേണ്ട, അങ്ങനെയുള്ള ടെൻഷന് വേണ്ട. അതാണ് ശബ്ദം കിട്ടുമോ? എയറിന്റെ പവർ നോക്കട്ടെ. ഓക്കെ, ഒന്നും പറയാനില്ല, കിടിലം. പിന്നെ ഇതിപ്പോ നമ്മുടെ മാർക്കറ്റിൽ സെയിൽ നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് രണ്ട് വേരിയന്റാണ് വരുന്നത്. ഡീലക്സ് വേരിയന്റ് ഉണ്ട്, ഡീലക്സ് പ്രോ വേരിയന്റ് ഉണ്ട്. രണ്ടും തമ്മിൽ ഏകദേശം 5000 റേഞ്ചിൽ വ്യത്യാസമേ ഉള്ളൂ. അതായത് ഇത് നമുക്ക് ഓൺ റോഡ് ഏകദേശം 2,22,000 ബഡ്ജറ്റ് വരും. മറ്റേ ഇത് ഈ ഇരിക്കുന്ന ഡീലക്സ് മോഡലാണ്. ഡീലക്സ് പ്രോ അല്ല, ഡീലക്സ് മോഡലാണ്. ഡീലക്സ് പ്രോ ആകുമ്പോഴത്തേക്ക് 2,27,28 ഒരു ആൾമോസ്റ്റ് ഒരു ആ റേഞ്ചിലൊക്കെ വ്യത്യാസമേ വരത്തുള്ളൂ. ടോട്ടലി നമുക്ക് വണ്ടി മെയിൻ BHP 21 ബ്രേക്ക് ഹോഴ്സ് പവർ ആണ് നമുക്ക് തരുന്നത്. കാര്യം 350 cc 21 ഈ ഒരു BHP പവർ എന്ന് പറയുമ്പോൾ നമുക്കത് ഓടിക്കുന്നതിന്റെ ആ പവർ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പറയേണ്ട കാര്യം മൈലേജ് ആണ്. 350 cc നിലവിൽ നമ്മുടെ നിരത്തിലോടുന്ന വണ്ടികളിൽ മോസ്റ്റ് മൈലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള വണ്ടിയാണ് ഹോണ്ട ഹൈനസ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40 റേഞ്ചിൽ നമുക്ക് എന്തായാലും കിട്ടും. കാര്യം ഒരു ഞാൻ ഇത് പറയാം, ഓരോരുത്തരുടെ ഓരോ കണ്ടീഷൻ വെച്ചാൽ പറയുന്നത്. കാര്യം റൈഡിങ് വെച്ചാണ് പറയേണ്ടത്. കാര്യം ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടുന്നൊരു മൈലേജാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് കിട്ടുന്ന അതേ മൈലേജ് എല്ലാവരും കിട്ടണമെന്നില്ല. പക്ഷെ നിലവിൽ ഒരു 350 cc ബൈക്കുകൾ മോസ്റ്റ് മൈലേജ് ഓറിയന്റഡ് വണ്ടിയാണ് ഹൈനസ്. അത് ഹോണ്ടയുടെ എഞ്ചിന്റെ കാര്യം തന്നെയാണ്. ആ എഞ്ചിൻ ഡിസൈൻ തന്നെ നമുക്ക് അതേ നിൽക്കാണ് വരുന്നത്. പിന്നെ പറയുമ്പോൾ ഡിസ്ക് വരുന്ന ഡ്യുവൽ ചാനൽ ABS ആണ്. ഡ്യുവൽ ചാനൽ ഫ്രണ്ടിലും വരുന്നുണ്ട് ABS, ബാക്കിലും വരുന്നുണ്ട്. പിന്നെ വരുന്ന ട്രാക്ഷൻ കൺട്രോൾ എല്ലാം എല്ലാ വണ്ടികൾക്കും ഉള്ള പോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ടാങ്ക് ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു മസ്കുലർ ടാങ്ക് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. കാര്യം നമുക്ക് വണ്ടിയിലോട്ട് കയറി എങ്ങനെ ഇരുന്നാൽ തന്നെ അവൻ നമ്മൾ ആകർഷിക്കും. ഒന്ന് വണ്ടിയിൽ കയറി ഇരിക്കും എന്ന് വെച്ചാൽ വണ്ടിയിൽ കയറി ഇരി എന്നുള്ളത് എന്നാലും ഇരുന്ന് എന്ന് വെച്ചാൽ ഇതാണ് മെയിൻ. ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഈ ഒരു ഐറ്റം നമ്മൾ ഇരുന്നിട്ട് പിന്നെ ഇത് നമ്മളിപ്പം നമ്മൾ ബാക്കിയുള്ള ചില വണ്ടികളൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഹാൻഡിൽ അങ്ങോട്ടായിരിക്കും, അപ്പം നമുക്ക് ആ ഒരു ഇത് വരും, അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ
ഈ ഒരു വേണ്ടി തന്നെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നതാണ്. അതെയാണ് ഇപ്പം ബാക്ക് പെയിനോ അങ്ങനെ എന്ത് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിലും ഈ വണ്ടിയിൽ നിന്ന് എടുത്തെന്നും പറഞ്ഞാൽ അവർക്ക് യാതൊരു പ്രോബ്ലംസും വരത്തില്ല. കാര്യം ആ ഡിസൈൻ നമ്മുടെ ആ ഒരു പൊസിഷൻ തന്നെ പക്കാ സ്ട്രൈറ്റ് കറക്റ്റ് അതാണ്. നമുക്ക് അതാണ് ഒരു ലോങ് റേഞ്ച് എത്ര ഒരു ഓവർ സ്പീഡ് ഏത് ലോങ് റേഞ്ചിൽ ഓടിക്കാനും നമുക്ക് ഒരു തരത്തിൽ ഈ വണ്ടി നമ്മളെ ബോർ അടിപ്പിക്കത്തുമില്ല. വണ്ടി നമ്മളെ ഒരു എവിടെ എന്ന് വെച്ചാൽ നമുക്കങ്ങൊരു ഈ എന്തുവാ നെക്ക് പെയിനോ അങ്ങനെ ഒരു പ്രശ്നത്തിൽ നമ്മളെ ചെന്ന് വീഴത്തില്ല. അതിലൊക്കെ വണ്ടി പറ്റി അത് ഇപ്പൊ ഈവൻ നമ്മൾ ഒരു ഏത് റൈഡറും ഫസ്റ്റിൽ വന്ന ഒരു വണ്ടിയായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് വെൽക്കം എന്ന് പറയുന്നത് തന്നെ വണ്ടി കയറി ഇരിക്കുമ്പോൾ ആ ഒരു പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അത് ഈ വണ്ടിയിലൊക്കെ അതൊക്കെ ഹോണ്ട അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് മീറ്റർ കൺസോളോട്ട് വരും. മീറ്റർ കൺസോളോട്ട് വരുമ്പോഴാണ് പറയുന്നത് നമുക്കിത് 2 മോഡലുണ്ട്. മീറ്റർ കൺസോൾ വരുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ ഉണ്ട്, ഫ്യൂവലിൻ്റെ ഇത് കാണിക്കും, ഇത് സ്പീഡിൻ്റെ എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇൻഡിക്കേറ്ററിൻ്റെതും എല്ലാം അതിൻ്റെ തന്നെ വരുന്നുണ്ട്. ട്രാക്ഷൻ്റെതും നമുക്ക് ട്രാക്ഷൻ്റെ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഓപ്ഷൻ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ നമുക്ക് ഒരു എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ പൊതുവെ ഉള്ള കാര്യമാണ്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം അതിൻ്റെ അത് വരുന്നുണ്ട്. പിന്നെ ഈ ഡീലക്സും ഡീലക്സ് പ്രോയും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വണ്ടി ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഡീലക്സ് പ്രോയ്ക്ക് അത് വരും. ഇതിനകത്ത് അതായത് നമ്മളെ ഈ ഒരു ഡിജിറ്റൽ അനലോഗ് മീറ്ററും ഡിസ്പ്ലേ ഡിജിറ്റൽ മീറ്ററും വന്നിട്ടുള്ളതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല. ഇതിനകത്ത് ഡീലക്സ് പ്രോയിനകത്ത് നമുക്കൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അഡീഷണൽ വരും. അതിനാണ് ഈ പറഞ്ഞ പോലെ ഒരു ഡീലക്സ് പ്രോയും ഇതും തമ്മിലുള്ള വ്യത്യാസം. മെയിനായിട്ടുള്ള വ്യത്യാസം ഇതാണ്. പിന്നെ കോമ്പിനേഷൻ കളേഴ്സ് ആയിരിക്കും മറ്റേ ഇതിനകത്ത് വരുന്നത്. ഡീലക്സ് പ്രോയ്ക്ക് അത് കോമ്പിനേഷൻ കളേഴ്സ് ആയിരിക്കും വരുന്നത്. ഇതിനകത്താകുമ്പോൾ സിംഗിൾ കളറാണ് വരുന്നത്. പിന്നെ ടെക്നോളജി പിന്നെ അതുപോലെ തന്നെ സിസ്റ്റം ഒക്കെ വളരെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കുഴിയൊക്കെ ഹബ്ബൊക്കെ കയറിയ പോലും നമ്മൾ അറിയത്ത് പോലില്ല. ഈവൻ പില്ലിയൻ വരെ കംഫർട്ടബിൾ ആണ്. പില്ലിയൻ ബാക്കി ഇരിക്കുന്ന ആള് അയാൾ വരെ കംഫർട്ടബിൾ ആയിരിക്കും. ബാക്കിലത്തെ കാര്യം പറയുകയാണെങ്കിലേ ബാക്കിലത്തെ ടെയിലാമിന്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ പഴയ ഹോണ്ടയുടെ തന്നെ ഒരു പഴയ മോഡലുണ്ട് 90s ഇറങ്ങിയ CB സീരീസ്. ഇത് CB സീരീസ് വരുന്നതാണ്. CB സീരീസിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള വണ്ടികൾക്ക് വരുന്ന ടെയിലാം ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്രോം ഫിനിഷ് ആണ്. അതായത് ഈവൻ സൈലൻസർ തൊട്ട് നമുക്ക് സൈലൻസർ ഇതുണ്ടോ എഞ്ചിൻ അവിടെ ഹോണ്ടയുടെ എംബ്ലത്തിന് അവിടെയും വരുന്നുണ്ട്. ക്രോം ഫിനിഷ് ആണ് വരുന്നത്. അപ്പോൾ ക്രോം ഫിനിഷ് കാര്യം നമ്മൾ പൊതുവേ ഈ പറഞ്ഞ പോലെ ബൈക്ക് പ്രേമികൾക്ക് താല്പര്യമുള്ള കേസാണ് ക്രോം ഫിനിഷ്. അത് ഹോണ്ടയിൽ ഇതിനകത്ത് അവർ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈവൻ മഡ് ഗാർഡ് അടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പവർഫുൾ മെറ്റൽ ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. അബിയും ആവനെയും ഞാനും എല്ലാം കൂടെ ഇന്നത്തെ ഹൈനസിന്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. അബി പൊളിയാണ് കേട്ടോ. അബി ബുള്ളറ്റിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അല്ലേ. അബിയുടെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് അടിക്കുക. അബിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. അബി കിട്ടില്ല. അബിക്ക് ബുള്ളറ്റ് ഭയങ്കര ക്രേസ് ആണല്ലേ. തീർച്ചയായിട്ടും അബിയാണ് നമുക്ക് ഈ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്ന ഹൈനസ്. അബി ഇതിന്റെ ആളാണ്, ബുള്ളറ്റിന്റെ ഒക്കെ ആളാണ്, ബുള്ളറ്റ് പ്രേമിയാണ്, ഹോണ്ടയുടെ സ്വന്തം ആളാണ് അബി. അതെ, വലിയൊരു ഹോണ്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഹൈനസിന് നമുക്ക് ഒരു എന്താ പറയണ്ട ആ ഒരു ഹോണ്ട ഒരു ഫാനും കൂടെയാണ്. ഞാൻ ബുള്ളറ്റ് ആണെങ്കിൽ തന്നെ ഹോണ്ട ഫാൻ. എന്റെ വീട്ടിൽ മൊത്തം ഹോണ്ട വണ്ടികളാണ് ഇരിക്കുന്നത്. ഈവൻ അച്ഛൻ തൊട്ടുള്ള ഇതാണ്, ഹോണ്ട പ്രേമിയാണ്, നമ്മുടെ ആക്റ്റീവായിട്ടുള്ളതാണ്. അപ്പൊ അതിലോട്ട് നമുക്ക് ഇതേ കണക്കൊരു വണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരു ഏതൊരു പ്രേമിക്കും സന്തോഷം. രാജാവിനെ പോലെ തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അങ്ങ് അമർത്തി വയ്ക്കുക. അപ്പോൾ ഇനിയും പുതിയ ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വെഹിക്കിളും അതുപോലെ തന്നെ ഇൻഫർമേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് മച്ചാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ഇന്നത്തെ ഹൈനസിന്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് മച്ചാൻ ഗാലറി. ദിസ് ഇസ് മീ നൗഫൽ. ദിസ് ഇസ് മീ അബി. ഇറ്റ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ.